ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നിവരെ പറ്റിയാണ്. അദ്ദേഹം ജീവിച്ചിരുന്ന കാലഘട്ടം 1805 മുതൽ 1871 വരെയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ജനിച്ചത് 1805 ഫെബ്രുവരി 10 അദ്ദേഹം ജനിച്ച സ്ഥലം ആലപ്പുഴയിലെ കൈനക്കരി എന്ന സ്ഥലത്താണ്. കേരളത്തിൽ സാക്ഷരതയുടെ പിതാവായി അറിയപ്പെടുന്നതും അനുഗ്രഹീത പുരോഹിത ശ്രേഷ്ഠൻ എന്നീ പേരുകളിൽ അറിയപ്പെടുന്നതും കുര്യാക്കോസ് ഏലിയാസ് ചാവറ എന്നിവരെ തന്നെയാണ്. ആദ്യത്തെ കേരളീയ വികാരി ജനറൽ ആണ് കുര്യാക്കോസ് ഏലിയാസ് ചാവറ. കോട്ടയത്തുള്ള അച്ചടിശാല വിദേശീയരുടെ സഹായത്തോടെ സ്ഥാപിക്കുവാൻ നേതൃത്വം നൽകിയതും അദ്ദേഹം തന്നെ. ചാവറ അച്ഛൻ പുരോഹിത വൃത്തിയിൽ പ്രവേശിച്ച വർഷം 1829 ആണ്. 1861 ആണ് സീറോ മലബാർ കത്തോലിക് പള്ളിയിൽ കുര്യാക്കോസ് ഏലിയാസ് ചാവറ വികാരിയായത്. ഓരോ പള്ളിയോടൊപ്പം ഓരോ സ്കൂൾ എന്ന സമ്പ്രദായം കൊണ്ടുവന്നത് അദ്ദേഹമാണ്. അതുകൊണ്ടാണ് സ്കൂളുകൾക്ക് പള്ളിക്കൂടം എന്ന പേര് ലഭിച്ചത്. 1846 ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചത്. 1831 സ്ഥാപിച്ച CMI സഭ സ്ഥാപിച്ചതും അദ്ദേഹം തന്നെ. CMI സഭയുടെ സുപ്പീരിയർ ജനറലായ അദ്ദേഹം 1866 സന്യാസിനി സഭ സ്ഥാപിച്ചു. കേരളത്തിലെ മൂന്നാമത്തെ പ്രസ്സായ മന്നാനത്ത് എന്ന സ്ഥലത്ത് സ്ഥാപിച്ച സെന്റ് ജോസഫ് പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. നീതിയിരിക്കൽ മാണിക്കത്തനാർ 1887 ആരംഭിച്ച പത്രമായ നസ്രാണി ദീപിക ആദ്യമായി അച്ചടിച്ചത് കോട്ടയത്തെ മന്നാനത്ത് സെന്റ് ജോസഫ് പ്രസ്സിൽ തന്നെയാണ്. കുര്യാക്കോസ് ഏലിയാസ് ചാവറയുടെ കൃതികളാണ് ആത്മാനുതാപം, 40 മണിയുടെ ക്രമം, അനസ്താസിയുടെ രക്തസാക്ഷിത്വം, കനോൻ നമസ്കാരം, ജ്ഞാനസല്ലാപങ്ങൾ. കുര്യാക്കോസ് ഏലിയാസ് ചാവറയെ വാഴ്ത്തപ്പെട്ടവനായി 1986 ഫെബ്രുവരി 8 ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പ്രഖ്യാപിച്ചിരുന്നു. ചാവറ അച്ഛനെ 2014 നവംബർ 23 പോപ്പ് ഫ്രാൻസിസ് എന്നിവരാണ് വിശുദ്ധനായി പ്രഖ്യാപിച്ചത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷമാണ് 1987 ഡിസംബർ 20 സെന്റ് ഫിലോമിനസ് പള്ളിയിലാണ് അദ്ദേഹത്തിൻ്റെ അവസാന നാളുകൾ കഴിഞ്ഞത്. കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ 1871 ജനുവരി 3 കൊച്ചിയിൽ കൂനമാവ് എന്ന സ്ഥലത്ത് വെച്ച് മരണമടഞ്ഞു. ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു.